ആരാണ് യഥാർത്ഥത്തിൽ ഉദ്ഹിയ്യത്ത് നിർവഹിക്കേണ്ടത്? അതിൽ സ്ത്രീകൾക്ക് ചേരാൻ പാടുണ്ടോ? സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവർക്ക് പൊതുവെ പറയാറുണ്ട്. അപ്പൊ അതിൽ ഈ കടം വാങ്ങിക്കൊണ്ട് ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നത് അനുവദനീയമാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉളുഹിയ്യത്ത് കർമ്മം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബലമായ ഒരു സുന്നത്താകുന്നു. അബൂബക്കർ റളിയല്ലാഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, പിന്നീട് താബിഈങ്ങളിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ഇമാം ഷാഫി അടക്കമുള്ള ആളുകൾ പ്രബലമായ സുന്നത്തായിട്ട് ഉളുഹിയ്യത്ത് കർമ്മത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഉളുഹിയ്യത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് സാമ്പത്തിക ശേഷിയുള്ള, തൻ്റെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഏതൊരാൾക്കും ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന തിരുവചനമായിട്ട് കാണാം, ശേഷിയുള്ള മൻകാന ലഹു സഅ, ആർക്ക് സഅത്ത് വിശാലതയുള്ളവൻ, സാമ്പത്തികമായി ശേഷിയുള്ളവൻ, അവൻ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ നിന്ന് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കാതെ പിൻവാങ്ങുന്നുവെങ്കിൽ അവൻ അവൻ്റെ നമസ്കാരവുമായിട്ട് അള്ളാഹുവിൻ്റെ അരികിലേക്ക് അവൻ വരേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന തിരുവചനം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ശേഷിയുള്ള, ഭദ്രതയുള്ള ഏതൊരു മുസ്ലിമും ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. സ്ത്രീകളും അതിന് സാധ്യമാകുന്ന ആളുകൾ അവരുടെ കുടുംബത്തിൽ ഭർത്താവിന് ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമെങ്കിലും ഭാര്യയ്ക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തന്നെ ഒരു ഷെയറായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു ഉളുഹിയ്യത്ത് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇസ്ലാം അത് പ്രബലമായ സുന്നത്തായി പഠിപ്പിക്കുന്നുണ്ട്. ഇനി സാമ്പത്തികമായിട്ട് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ പറ്റുന്ന ഒരാൾ, എന്നാൽ ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ ആ സമയമെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അതിനുള്ള സാധ്യതയില്ലാതിരിക്കുകയും കടമുള്ള അല്ലെങ്കിൽ കടം വാങ്ങിക്കൊണ്ട് അത് നിർവഹിക്കാൻ പറ്റുമോ എന്നൊക്കെ സമൂഹത്തിൽ ചോദ്യമുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ആ സമയത്ത് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല, എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ തനിക്ക് കടം വാങ്ങി നിർവഹിച്ചാൽ അത് വീട്ടുവാനുള്ള സാമ്പത്തിക ശേഷിയും സ്ഥിര വരുമാനമൊക്കെ ഉള്ള ആളാണ്. ആ സന്ദർഭത്തിൽ പണമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കടം വാങ്ങിയിട്ട് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കാവുന്നതാണ്. എന്നാൽ കടം ഒരിക്കലും തിരിച്ചു വീട്ടാൻ കഴിയാത്ത, അതിന് ശേഷിയില്ലാത്ത, ബാധ്യതയുള്ള ഒരു വ്യക്തി, ആദ്യമേ സാമ്പത്തിക ബാധ്യതയുള്ള ഒരാൾ പിന്നീട് കടം വാങ്ങിക്കൊണ്ട് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കേണ്ടതില്ല. എന്നാൽ സാമ്പത്തിക ശേഷിയുള്ളൊരു വ്യക്തി ആ സമയത്ത് അദ്ദേഹത്തിന് പണം നൽകാനുള്ള അവസരമോ സാഹചര്യമോ ഇല്ലാതിരിക്കുകയും എന്നാൽ പിന്നീട് അത് കടം പൂർണ്ണമായും തിരിച്ചു കൊടുക്കാൻ ശേഷിയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കടം വാങ്ങിക്കൊണ്ട് തന്നെ ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ ഭാഗമാകാവുന്നതാണ്.